സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ ഞങ്ങളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ കിട്ടും. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ദൈവിക കാര്യങ്ങളുമായി കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും പോകുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിങ്ങൾ അതേ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹതീരം പ്രയർ ഫാമിലി, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല എന്ന് തേങ്ങുന്ന ഒരു ഹൃദയമാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 24 മണിക്കൂറും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, നമുക്കൊരുമിച്ച് സർവേശ്വരനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും, ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകും, ദൈവം നിങ്ങൾക്ക് സമൃദ്ധി നൽകും. ഇപ്പോൾ എന്റെ ഭാര്യ ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം വൈകിയ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ പാദപത്തിലേക്ക് അടുത്തൊരു സ്വരത്തിൽ വലിയ ആദ്യയോട് സഹായിച്ചാൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദേശത്തോട്ട് പ്രാർത്ഥന, ദേശത്ത് വലിയ പ്രവൃത്തി ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിച്ച ശബ്ദതലത്തിലൂടെ ദേശത്തോട് സംസാരിച്ചല്ലോ കർത്താവേ. ലുതിയുടെ ഹൃദയം തുറന്ന ദൈവം ഈ രാത്രികാലം ഓരോള്ളത്തോടെ സംസാരിക്കണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനടിമ എനിക്ക് പ്രിയ സഹോദരന്മാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഓർക്കുന്ന കർത്താവെ, സമാധാനമില്ലാത്തവര് സമാധാനം കർത്താവെ അവർക്ക് പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ കർത്താവെ, തലമുറകളില്ലാത്തവർ തലമുറകളെ കൊടുത്ത് മാനിക്കണമേ, അനുഗ്രഹിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പുറത്ത് പറയാൻ കഴിയാത്ത കർത്താവെ, അനേക വിഷയങ്ങളുമായ ഭാവത്തിന്റെ ഉള്ളിൽ കർത്താവ് ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥകളിലായിരിക്കും പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അവരവസ്ഥകൾ സ്വർഗം അറിയുന്നല്ലോ കർത്താവെ. അല്ലല്ലോ സ്വന്തമായി കർത്താവെ ദൈവമേ ഭവനമില്ലാതെ കർത്താവ് കടഭാരത്താൽ കർത്താവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവ്. അതെല്ലാം ഓർക്കുന്ന കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥി. അങ്ങനെ വിവിധ വിഷയത്തിന്മേലെ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ നിന്ന് വരുവിൻ. ആ വചനത്തിന് പ്രകാരം കർത്താവെ, പകൽ മൊത്തം അധ്വാനിച്ചിട്ടും കർത്താവെ ഒന്നുമില്ലാതെ ശൂന്യമായി പോകുന്ന അവസ്ഥകൾ സ്വർഗം അറിയുന്നു. അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഓർക്കുന്നു കർത്താവെ. ദേശത്തെ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.